ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കാണുന്നത് മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിനെ എങ്ങനെ സോൾവ് ചെയ്യും, അതേപോലെ എത്ര നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്താണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ വോള്യം എന്താണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത്. നമുക്കെപ്പോഴും നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഫേസ് സ്പേസിൻ്റെ വോള്യത്തിൽ നിന്ന് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ഫണ്ടമെൻ്റൽ വോള്യം കിട്ടുക, അല്ലേ? നമ്മുടെ ഉദ്ദേശം എപ്പോഴും അതാണ്. നമുക്ക് ഫണ്ടമെൻ്റൽ വോള്യം, ഇതിലൊരു റെപ്രസെൻറ്റേറ്റീവ് പോയിന്റിന് അല്ലെങ്കിൽ ഒരു ഫേസ് പോയിന്റിന് ഇരിക്കാൻ വേണ്ട മിനിമം വോള്യം എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താം. അപ്പോൾ നമുക്കിതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഫേസ് സ്പേസിൻ്റെ വോള്യം കാണുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇവിടെ ഉള്ളത് വൺ ഡയമെൻഷണൽ പാർട്ടിക്കിളാണ്, അല്ലേ? വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ ആണ്. വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ ആകുമ്പോൾ അതിന് ഒരൊറ്റ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളൂ, അല്ലേ? രണ്ട് കോർഡിനേറ്റുകൾ മാത്രമേ ഉള്ളൂ, എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് 3 ഡയമെൻഷൻ വന്നാൽ മാത്രമേ വോള്യം കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് 2 ഡയമെൻഷണൽ ആയതുകൊണ്ട് നമുക്കിവിടെ ഏരിയ ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഈ ഒരു എലിപ്സ് ട്രേസ് ചെയ്യുന്ന ഏരിയ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഏരിയ എൻക്ലോസ്ഡ് വിത്തിൻ ദാറ്റ് എലിപ്സ്. ഇവിടെ ഒരു എലിപ്സ് ആണെന്ന് പറഞ്ഞു, ആ എലിപ്സിൽ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എലിപ്സിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, ഇത് നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും. പൈ എ ബി, പൈ ഇൻറ്റു സെമി മേജർ ആക്സിസ് ഇൻറ്റു സെമി മൈനർ ആക്സിസ്. പൈ എ ബി എന്ന് പറയുന്നതാണ് ഏരിയ ഓഫ് എലിപ്സ്. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂസ്. അപ്പോൾ പൈ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2e/m² ആണ്. ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2me ആണ്. അപ്പോൾ നമുക്ക് പൈ ഉണ്ട് √2 × √2 ആയിട്ട് എഴുതാം. √e × √e ഉണ്ട്, അത് e ആയിട്ട് വന്നു. ഒരു റൂട്ട് ടൈം ന്യൂമറേറ്ററിലും ഒരു റൂട്ട് ടൈം ഡിനോമിനേറ്ററിലും ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഇത് √ω² ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്, അപ്പോൾ ഒമേഗയായിട്ട് മാറും, അല്ലേ? സോ 2√2 × √2 2, പൈ ഓൾറെഡി പുറത്തുണ്ട്, √e × √e. അതുപോലെ √m ക്യാൻസൽ ചെയ്തു, ω² √ω. സോ 2πe/ω എന്ന് പറയുന്നതാണ് എലിപ്സിൻ്റെ ഏരിയ ആയിട്ട് നമുക്ക് കിട്ടിയത്. വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിലെ ഫേസ് സ്പേസിൻ്റെ ഷേപ്പ് ഒരു എലിപ്സ് ആണെന്ന് ക്ലിയർ ആണ്. ആ എലിപ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2πe/ω ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏരിയ ഓഫ് എലിപ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എനർജി. എലിപ്സിൻ്റെ ഏരിയ എനർജിയുടെ വാല്യൂവിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഏതൊരു സിസ്റ്റം ആണെങ്കിലും എനർജിയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഷാർപ്പ് ഇ എന്ന് പറഞ്ഞൊരു കൃത്യമായിട്ടൊരു വാല്യൂ പറയാൻ പറ്റില്ല. 10 ജൂൾ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പറയുകയാണെങ്കിൽ 10 ± 0.2 ജൂൾസ്, 9.8 മുതൽ 10.2 വരെയുള്ള ചെറിയൊരു റേഞ്ച്. അത് എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു റേഞ്ചാണ് നമ്മൾ എപ്പോഴും പറയാറ്. അതാണ് നമ്മൾ E - ½ ഡെൽറ്റ ടു E + ½ ഡെൽറ്റ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും എനർജിയുടെ ഇവിടെയുള്ള ഓസിലേറ്ററിൻ്റെ എനർജി E - ½ ഡെൽറ്റ മുതൽ E + ½ ഡെൽറ്റ വരെ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്, ഈ ഒരു E - ½ ഡെൽറ്റ മുതൽ E + ½ ഡെൽറ്റ വരെയുള്ള റേഞ്ചിൽ, അല്ലേ, ഒരു ഡെൽറ്റ വിഡ്ത്ത് വരുന്ന റേഞ്ചിൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ആണ് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. കാരണം ഗാമ എന്ന് പറയുന്ന നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. E - ½ ഡെൽറ്റ മുതൽ E + ½ ഡെൽറ്റ വരെയുള്ള റേഞ്ചിലുള്ള ആൾക്കാരാണ് നമ്മൾ ഗാമ ആയിട്ട് എടുത്തത്, അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് 0 മുതൽ E വരെയുള്ള മൊത്തം ആൾക്കാരെയും വേണ്ട. നമുക്ക് E - ½ ഡെൽറ്റ മുതൽ E + ½ ഡെൽറ്റ വരെയുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് ആവശ്യം. സെമി മേജർ ആക്സിസിനും സെമി മൈനർ ആക്സിസിനും ഈ വരുന്നിടത്തൊക്കെ E + ½ ഡെൽറ്റയും E - ½ ഡെൽറ്റയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 എലിപ്സുകൾ കിട്ടും, അല്ലേ? ഒരു എലിപ്സിൻ്റെ എയുടെ വാല്യൂ √2 × E + ½ ഡെൽറ്റ/m², ബിയുടെ വാല്യൂ √2m × E + ½ ഡെൽറ്റ. രണ്ടാമത്തെ എലിപ്സ് എന്താ വരിക, √2 × E - ½ ഡെൽറ്റ/m², ബി = √2m × E - ½ ഡെൽറ്റ എന്ന് പറയുന്ന 2 എലിപ്സുകൾ കിട്ടും. ഈ 2 എലിപ്സുകളുടെയും ഇടയിലുള്ള വാല്യൂ ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഒന്ന് √E - ½ ഡെൽറ്റ വരെയുള്ള, അല്ലെങ്കിൽ E - ½ ഡെൽറ്റ കൊടുക്കുന്ന ഒരു എലിപ്സും E + ½ ഡെൽറ്റ കൊടുക്കുന്ന ഒരു എലിപ്സും വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കൺസിഡർ ചെയ്യുന്ന റീജിയൻ വരുന്നത്, അല്ലേ?
അപ്പോൾ അവിടുത്തെ ആ ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. ഓക്കെ. അപ്പോൾ ആക്ച്വലി നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് കിട്ടാൻ നമ്മൾ പറയുന്ന ഇക്വേഷൻ എന്താണ്, ദ വോളിയം, ടോട്ടൽ വോളിയം ഓഫ് ദ റെലവൻറ്റ് റീജിയൻ ഓഫ് ഫേസ് സ്പേസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ദ വോളിയം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അടിയിൽ തന്നെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും ഹിയർ ഏരിയ എന്നതാണ്. ടെക്സ്റ്റിൽ പോലും അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നേരത്തെ 1 ഡയമെൻഷനാണ് ഇവിടെ. രണ്ട് ആക്സസേ ഉള്ളൂ, ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു ആക്സസും പി എന്ന് പറയുന്ന ഒരു ആക്സസും. ഒരു കാരണം എന്താണ്, ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു 1 ഡയമെൻഷണൽ സിംഗിൾ ഹാർമോണിക് ഓസിലേറ്റർ, ഒറ്റ ഹാർമോണിക് ഓസിലേറ്റർ എടുത്തിട്ടുള്ളൂ. ഓക്കെ. ഇവിടെ 2 ഡയമെൻഷനേ ഉള്ളൂ. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാക്സിമം ഒരു ഏരിയ ആണ്. വോളിയം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പോലും എത്ര ഡയമെൻഷൻ വേണം, 3 ഡയമെൻഷൻസ് വേണം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു 2 ഡയമെൻഷനലാണ്. അതുകൊണ്ടാണ് ഏരിയ, ഹിയർ ഏരിയ എന്ന് പ്രത്യേകം എടുത്തെഴുതാൻ കാരണം. ഈ ഒരു ഫേസ് സ്പേസിലുള്ള 2 എലിപ്സുകളുടെയും ഇടയ്ക്കുള്ള ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞു ഏരിയ ഓഫ് ഫേസ് സ്പേസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ഏരിയയുടെ ഒരു ഇ ആണ്, ടോട്ടൽ എനർജി ഇ ആണെങ്കിൽ ഏരിയ എന്നതിനോട് പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഏരിയ, എലിപ്സിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്, 2πe/ω അല്ലേ. ഇവിടെ നമ്മൾ 2 എലിപ്സുകളുടെ ഇടയിലുള്ള റീജിയൻ്റെ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ വലിയ എലിപ്സിൻ്റെ ഏരിയയിൽ നിന്നും ചെറിയ എലിപ്സിൻ്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ ഈ 2 എലിപ്സുകളുടെയും ഇടയിലുള്ള ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. വലിയ എലിപ്സിൻ്റെ ഏരിയയിൽ നിന്നും ചെറിയ എലിപ്സിൻ്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ ആ 2 എലിപ്സുകളുടെയും ഇടയിലുള്ള ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 2π/ω ഇൻറ്റു വലിയ എലിപ്സിൻ്റെ എനർജി E+½ ഡെൽറ്റയാണ് അല്ലെ, മാക്സിമം വാല്യൂ ഓഫ് എനർജി E+½ ഡെൽറ്റയാണ്. അതേപോലെ -2π/ω ഇൻറ്റു ചെറിയ എലിപ്സ്, അത് E-½ ഡെൽറ്റ ഉണ്ട്. അപ്പോൾ ഡെൽറ്റ ഉണ്ട് കേട്ടോ ഇവിടെ, ആക്ച്വലി ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് 2π/ω ഇൻറ്റു E-½ ഡെൽറ്റയാണ് ചെറിയ എലിപ്സിൻ്റെ ഏരിയ. അപ്പോൾ ഈ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏരിയ ഓഫ് ദാറ്റ് റെലവൻറ്റ് റീജിയൻ ഓഫ് ഫേസ് സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. നോക്കുക, 2πe/ω എന്നുള്ളൊരു ടേം ഉണ്ട് ഇവിടെ. ഇവിടെ -2πe/ω ഉണ്ട്. 2π/ω ഉള്ളിലേക്ക് എടുത്താൽ മതി. അപ്പോൾ 2πe/ω -2πe/ω ഉണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ വരിക 2π/ω ഇൻറ്റു ½ ഡെൽറ്റ അല്ലേ. 2π/ω ഇൻറ്റു ½ ഡെൽറ്റ. അപ്പോൾ അതിൽ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ π/ω ആണ് ഫസ്റ്റത്തെ ടേമിൽ ബാക്കിയുള്ളത്. അടുത്തതിൽ -2π/ω ½ ഡെൽറ്റ ഉണ്ട്. അപ്പോൾ -= പ്ലസ് ആയി. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. π/ω. അപ്പോൾ 2 ടൈംസ് π/ω ആണ്. ഇതാണ് റെലവൻറ്റ് റീജിയൻ ഓഫ് ഫേസ് സ്പേസിൻ്റെ ഏരിയ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫേസ് സ്പേസ് ആണ്. ആ ഫേസ് സ്പേസിലെ റെലവൻറ്റ് റീജിയൻ്റെ ഏരിയ നമ്മൾ കണ്ടെത്തി 2π/ω അല്ലേ. ഇനി നമ്മൾ നോക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജിയുടെ എക്സ്പ്രഷൻ, എനർജി ഏഗൻ വാല്യൂൻ്റെ എക്സ്പ്രഷൻ എന്താണ്, En = n+12 h⁻ω എന്നതാണ് അല്ലേ. എനർജി En = n+12 h⁻ω ആണ്. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്ര നോക്കാം. എൻ്റെ വാല്യൂ വേരിയിങ് ആണ് 0 മുതൽ. ക്വാണ്ടം മെക്കാനിക്കലി എനർജീസ് എന്താണ്, കണ്ടിന്യൂസ് അല്ല, ഡിസ്ക്രീറ്റ് വാല്യൂസാണ് എനർജിക്ക് ഉണ്ടാവുക അല്ലേ. ആ ഡിസ്ക്രീറ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വാല്യൂ കൊടുക്കുന്നത്. N = 0 എന്ന് പറയുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എലിപ്സ് വരയ്ക്കാം. അതിൻ്റെ എനർജി എന്താണ്, ½ h⁻ നോക്കാം. P0 ആണ് വാല്യൂ അല്ലേ. N = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 ആണ്. അപ്പോൾ 1+12 that is 3/2 എന്നല്ല അല്ലേ, 3/2 h⁻ എന്ന് പറയുന്ന ഒരു ലെവൽ ഉണ്ടാവും. N 2 കൊടുത്തു കഴിഞ്ഞാൽ 5/2 h⁻ ഉണ്ടാവും. N 3 കൊടുത്തു കഴിഞ്ഞാൽ 3+12 അല്ലേ. അങ്ങനെ ഓരോ ½ 3/2 5/2 7/2 9/2 11/2 അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ വാല്യൂസിലും എന്തുണ്ടാവും, എനർജിയുടെ ഡിസ്ക്രീറ്റ് ഐഗൻ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവേണ്ടത് ഈ 2 കോൺസിക്യൂട്ടീവ് എനർജി ലെവൽസിൻ്റെ ഇടയ്ക്ക് ഉള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് എനർജി ലെവൽസ്? അപ്പോൾ n 0 കൊടുക്കുന്നതും n 1 കൊടുക്കുന്നതും തമ്മിൽ E0യും E1ഉം 2 എനർജി ലെവൽസ് അല്ലേ. E0 എന്ന് പറയുന്ന എനർജി ലെവലും E1 എന്ന് പറയുന്ന എനർജി ലെവലും.
ഇത് തമ്മിലുള്ള എനർജി ഡിഫറൻസ് എത്രയാണ് നോക്കിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? E1ൻ്റെ വാല്യൂ 3/2 h cut ഒമേഗയാണ്, E0ൻ്റെ വാല്യൂ 1/2 h cut ഒമേഗയാണ്. 1.5 3/2 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? 1.5 h cut ഒമേഗയിൽ നിന്ന് 1/2 h cut ഒമേഗ പോവാം. ദാറ്റ് ഈസ് 1 h cut ഒമേഗ ആണെന്ന് അല്ലേ? ഇനി അടുത്ത 2 ലെവൽസ് എടുത്തു, 0യും 1നും പകരം 1ഉം 2 കൊടുത്തു, E1ഉം E2. അപ്പോൾ എനർജി ഡിഫറൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക? E2 - E1 അല്ലേ? അപ്പോൾ അതിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 2 + 1/2 ദാറ്റ് ഈസ് 5/2 h cut ഒമേഗ മൈനസ് 3/2 h cut ഒമേഗ അല്ലേ? 5/2 - 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുക 2 1.5 പോവുക, ദാറ്റ് ഈസ് 1 h cut ഒമേഗ. അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി നോക്കിക്കഴിഞ്ഞാൽ എനർജിക്ക് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്. അഡ്ജസൻറ്റ് എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? h cut ഒമേഗയാണ് കിട്ടുന്നത്. ക്ലിയർ ആയി? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദ ഇൻ്റർവൽ ബിറ്റ്വീൻ 2 കോൺസിക്വൻറ്റ് എനർജി വാല്യൂസ് ഈസ് h cut ഒമേഗ. ഓക്കെ, അതിൻ്റെ എങ്ങനെയാണ് 3/2 എന്നിന് ഓരോ വാല്യൂസ് കൊടുക്കുന്നതാണ് എഴുതിയിട്ടുള്ളത്. 3/2 h cut ഒമേഗ മൈനസ് 1/2 h cut ഒമേഗ എന്നിട്ട് h cut ഒമേഗ എന്നിട്ട്. ഓക്കെ, so this is the one eigen state in the energy level h cut omega. ഈ 2 എനർജി ലെവൽസിൻ്റെ ഇടയ്ക്കുള്ളത് ഒരു ഐഗൻ സ്റ്റേറ്റ് ആണ് അല്ലേ? 1 h cut E1 എന്ന് പറയുന്ന ഒരു ഐഗൻ സ്റ്റേറ്റ് ആണ്, E2 എന്ന് പറയുന്ന ഒരു ഐഗൻ സ്റ്റേറ്റ് ആണ് അല്ലേ? അപ്പോൾ E2 E1 തമ്മിൽ ഡിഫറൻസ് എന്ന് കഴിഞ്ഞാൽ ഒരു ഐഗൻ സ്റ്റേറ്റിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. അവിടെ എനർജിക്ക് വരുന്ന വേരിയേഷൻ എന്താണ്? h cut ഒമേഗയാണ് വരുന്നത്. So there is only one eigenstate in the energy interval h cut omega. ഒരു h cut omega ഡിഫറൻസ് നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ h cut omega ആണ് കണ്ടത്. അപ്പോൾ എനർജി വാല്യൂ E0 ആയിരുന്നു. അടുത്തത് ഒരു h cut omega കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/2 h cut omega ആണ് കിട്ടും. അപ്പോൾ അത് 0 നിന്ന് 1ലേക്ക് മാറി. അപ്പോൾ ഒരു ഐഗൻ സ്റ്റേറ്റ് ഉണ്ട് അല്ലേ? അതുപോലെ പിന്നെ ഒരു h cut കൂടി നോക്കാം. അപ്പോൾ 3/2 കഴിഞ്ഞാൽ 5/2 ആണ് വരിക. അപ്പോൾ 1 എന്നുള്ളത് 2 ആയിട്ട് മാറി. അപ്പോഴെന്താണുള്ളത്? ഓരോ ഐഗൻ സ്റ്റേറ്റുകളാണ് ഓരോ h cut ഒമേഗ എനർജി ഇൻ്റർവെല്ലിൻ്റെയും ഇടയ്ക്ക് ഉണ്ടായിരിക്കാമെന്ന് മനസ്സിലായി. ദാറ്റ് ഇസ് ഫ്രം ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം h cut ഒമേഗയാണ് ഓരോ ഐഗൻ സ്റ്റേറ്റുകളുടെയും എനർജി ലെവൽസിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ്. നമ്മുടെ ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് കിട്ടിയത് 2 എനർജി ലെവൽസിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് h cut ഒമേഗ ആയതുകൊണ്ട് ഇവിടെ ഒറ്റ ഐഗൻ സ്റ്റേറ്റ് മാത്രമാണ് ഓരോ എനർജി ഇൻ്റർവെല്ലിലും ഉണ്ടാവുക. ക്ലിയർ ആണ്? ഓരോ എനർജി ഇൻ്റർവെൽ h cut ഒമേഗ വരുന്ന ഓരോ എനർജി ഇൻ്റർവെല്ലിലും ഒരു ഐഗൻ സ്റ്റേറ്റ് മാത്രമാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഈ 2 അടുത്തുള്ള ഐഗൻ സ്റ്റേറ്റുകളുടെ ഇടയ്ക്കുള്ള ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാം? E - ½ ഡെൽറ്റ അല്ലെങ്കിൽ E0യും E1ഉം തമ്മിലുള്ള എനർജി ഐഗൻ സ്റ്റേറ്റുകളുടെ ഡിഫറൻസ് എത്രയെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാൻ സാധിക്കുക? ഈ ഫേസ് പേഴ്സ് 2 കോൺസിക്യൂട്ടീവ് എലിപ്സുകളുടെ ഏരിയയിലേക്ക് അല്ലേ? നമുക്കറിയാം 2πE/ഒമേഗയാണ് എനർജി എന്താ പറയുക ഏരിയ ബിറ്റ്വീൻ ഏരിയ ഓഫ് ദ എലിപ്സ് 2πE/ഒമേഗ അല്ലേ? നമുക്കിവിടെ 2π/ഒമേഗ ഉണ്ട്. 2 എനർജി ലെവൽസിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ h cut ഒമേഗയാണ്. അപ്പോൾ എനിക്ക് പകരം കൊടുക്കുക അവിടെ h cut ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2π h cut ആണ്. 2 കോൺസിക്യൂട്ടീവ് ട്രജക്ടറീസിൻ്റെയും ഇടയ്ക്കുള്ള 2 എലിപ്സുകൾ നമ്മൾ വരയ്ക്കാൻ പറഞ്ഞു അല്ലേ? E - ½ ഡെൽറ്റയും E + ½ ഡെൽറ്റയും തമ്മിലുള്ള 2 എലിപ്സുകൾ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 2π h cut ആണെന്ന് ക്ലിയർ ആണ്. നമുക്കറിയാം E എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന എനർജിയുടെ വാല്യൂ എനർജി റേഞ്ചിനെ അപേക്ഷിച്ച് ഡെൽറ്റേനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് E എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഷാർപ്പ് വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചെറിയൊരു റേഞ്ച് വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ചാണ് നമ്മൾ എടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഡെൽറ്റ ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു E. ഓക്കെ, പക്ഷേ ഈ ഡെൽറ്റയുടെ വാല്യൂ പോലും h cut ഒമേഗയേക്കാളും വളരെ കൂടുതലാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. നമുക്കറിയില്ല, കാരണം അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ലെവൽസ് ആണോ എന്നും നമുക്കറിയില്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 2 എനർജി ലെവൽസ് ആണോ എന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ E - ½ ഡെൽറ്റ മുതൽ E + ½ ഡെൽറ്റ വരെ എടുക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അഡ്ജസ്റ്റൻ്റ് ആണോ അകലെയാണോ എന്നും അല്ലെങ്കിൽ 2-3 കഴിഞ്ഞിട്ടാണോ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് അടുത്തടുത്തുള്ള എനർജി ലെവൽസിൻ്റെ കേസിലാണ് ഡിഫറൻസ് h cut ഒമേഗ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എടുക്കുന്ന അസംഷൻ E - ½ ഡെൽറ്റ മുതൽ E + ½ ഡെൽറ്റ വരെ എന്ന് മാത്രമാണ്. അത് അടുത്തടുത്ത ലെവൽസ് ആണെന്ന് പോലും നമ്മൾ പറയാത്തത് കൊണ്ട് നമുക്ക് എന്താ അസ്യൂം ചെയ്യാം? നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മൾ എടുക്കുന്നതാണ്, ആർബിട്രറി ആയിട്ട് എടുക്കുന്നതാണ് ഡെൽറ്റയുടെ വാല്യൂ h cut ഒമേഗയേക്കാളും കൂടുതലാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ഡെൽറ്റയുടെ വാല്യൂ h cut ഒമേഗയേക്കാളും
കൂടുതലായിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആർബിട്രറി വാല്യൂസ് ആണ്, നമുക്കത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇയുടെ വാല്യൂ ഡെൽറ്റയേക്കാളും വളരെ കൂടുതലാണ്. അത് നമുക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ്. ഈ ഡെൽറ്റയുടെ വാല്യൂ പോലും എന്താണ് എച്ച് കട്ട് ഒമേഗയേക്കാളും വളരെ കൂടുതലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അല്ലെങ്കിൽ 2 or 3 ഡിസ്ക്രീറ്റ് ലെവൽസൊക്കെ എന്തിൻ്റെ ഉള്ളിലുണ്ട്, ഈ ഒരു നമ്മൾ എടുക്കുന്ന എനർജി ലെവലിൻ്റെ ഉള്ളിലുണ്ട് എന്ന് അസ്യൂം ചെയ്യാം, എനർജി വാല്യൂയുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ എത്ര ഐഗൻ സ്റ്റേറ്റ് അതിലുണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കാം? എത്ര ഐഗൻ സ്റ്റേറ്റ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? അതിനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ദർ ഈസ് ഓൺലി വൺ ഐഗൻ സ്റ്റേറ്റ് ഇൻ ദ എനർജി ലെവൽ എച്ച് കട്ട് ഒമേഗ. ദർ ഈസ് ഓൺലി വൺ ഐഗൻ സ്റ്റേറ്റ് വിത്തിൻ ദ എനർജി ലെവൽ എച്ച് കട്ട് ഒമേഗ. അപ്പോൾ ഡെൽറ്റ എന്നാണ് നമ്മുടെ ടോട്ടൽ ഏരിയ എന്ന് വിചാരിക്കുക. ബൈ എച്ച് കട്ട് ഒമേഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഐഗൻ സ്റ്റേറ്റ് ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. ഞാൻ അസ്യൂം ചെയ്യാണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇ മൈനസ് ഹാഫ് ഡെൽറ്റ മുതൽ ഇ പ്ലസ് ഹാഫ് ഡെൽറ്റ വരെ എന്ന് പറഞ്ഞില്ലേ, അവിടെയുള്ള ഡിഫറൻസ് ഇ മൈനസ് ഹാഫ് ഡെൽറ്റ മുതൽ ഇ പ്ലസ് ഹാഫ് ഡെൽറ്റ വരെയുള്ള ഡിഫറൻസ് ഒരു 10 എച്ച് കട്ട് ഒമേഗയാണെന്ന് വിചാരിക്കാം. 10 ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസിലും ഈ ഫസ്റ്റ് 1 എച്ച് കട്ട് ഒമേഗ വരും, പിന്നെ 2 എച്ച് കട്ട് ഒമേഗ വരും, 3 എച്ച് കട്ട് ഒമേഗ വരും. ഇതിൽ ഓരോ ഡിഫറൻസിലും എത്ര നമ്പർ ഓഫ് ഐഗൻ സ്റ്റേറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്? ഓരോ എനർജി ഇൻ്റർവെല്ലിലും എച്ച് കട്ട് ഒമേഗ വരുന്ന ഓരോ എനർജി ഇൻ്റർവെല്ലിലും ഒരു ഐഗൻ സ്റ്റേറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദർ ഈസ് 1 ഐഗൻ സ്റ്റേറ്റ് ഇൻ ദ എനർജി ഇൻ്റർവെൽ എച്ച് കട്ട് ഒമേഗ അല്ലേ? അപ്പോൾ 10 എച്ച് കട്ട് ഒമേഗ ഉണ്ടെങ്കിൽ അവിടെ എത്ര മൈക്രോ സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും? 10 മൈക്രോ സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 10 ഐഗൻ സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? ദാറ്റ് ഈസ് 10 എച്ച് കട്ട് ഒമേഗ ഡിവൈഡ് ബൈ എച്ച് കട്ട് ഒമേഗയാണ് എന്ത് വരുന്നത്? നമ്പർ ഓഫ് ഐഗൻ സ്റ്റേറ്റ്സ് തരുന്നത്. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ എച്ച് കട്ട് ഒമേഗയെക്കാളും വലുതാണെങ്കിൽ ഡെൽറ്റ ബൈ എച്ച് കട്ട് ഒമേഗ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഐഗൻ സ്റ്റേറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഡെൽറ്റയുടെ വാല്യൂ എച്ച് കട്ട് ഒമേഗയെക്കാളും വലുതാണെങ്കിൽ ഡെൽറ്റ ബൈ എച്ച് കട്ട് ഒമേഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്പർ ഓഫ് ഐഗൻ സ്റ്റേറ്റ്സ് വിത്തിൻ ദ അലൗഡ് എനർജി ലെവൽ നമുക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്പർ ഓഫ് ഐഗൻ സ്റ്റേറ്റ് ഈസ് ഗിവൺ ബൈ ഡെൽറ്റ ബൈ എച്ച് കട്ട് ഒമേഗ. So what is the area of phase space for a single eigenstate? ഒരു സിംഗിൾ ഐഗൻ സ്റ്റേറ്റിന് വേണ്ട ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐഗൻ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐഗൻ സ്റ്റേറ്റിന് വേണ്ട ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐഗൻ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐഗൻ സ്റ്റേറ്റിന് ഇരിക്കാൻ വേണ്ട ഒരു ഐഗൻ സ്റ്റേറ്റിന് വേണ്ട ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഫണ്ടമെൻ്റൽ. എപ്പോഴും ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ഫോർ എ സിംഗിൾ ഐഗൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ നമ്മൾ പറയുന്നത് ഇ മൈനസ് ഹാഫ് ഡെൽറ്റ മുതൽ ഇ പ്ലസ് ഹാഫ് ഡെൽറ്റ വരെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഏരിയ കണ്ടെത്തിയിട്ടുണ്ട്. വോളിയം ഓർ ഹിയർ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 2π ഡെൽറ്റ ബൈ ഒമേഗയാണ് ടോട്ടൽ ഏരിയ അവൈലബിൾ ആയിട്ടുള്ള ഇ മൈനസ് ഹാഫ് ഡെൽറ്റ മുതൽ ഇ പ്ലസ് ഹാഫ് ഡെൽറ്റ വരെയുള്ള റേഞ്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 2π ഡെൽറ്റ ബൈ ഒമേഗയാണ്. ബൈ നമ്പർ ഓഫ് ഐഗൻ സ്റ്റേറ്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഐഗൻ സ്റ്റേറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് ഐഗൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ പറയുന്നത്? ഡെൽറ്റ ബൈ എച്ച് കട്ട് ഒമേഗ. ഇപ്പോൾ 2π ഡെൽറ്റ ബൈ ഒമേഗ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ബൈ എച്ച് കട്ട് ഒമേഗ. ഇപ്പോൾ 2π ഡെൽറ്റ ബൈ ഒമേഗ ഇൻറ്റു ഡിവൈഡ് ബൈ എന്നുള്ളത് നമുക്ക് തിരിച്ചു തരാം ഇൻറ്റു എച്ച് കട്ട് ഒമേഗ. എച്ച് കട്ട് ഉണ്ട് കേട്ടോ. എച്ച് കട്ട് ഒമേഗ ബൈ ഡെൽറ്റ. ഇവിടെ ഡെൽറ്റ ബൈ എച്ച് ഒമേഗ എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ. ഡെൽറ്റ ബൈ എച്ച് കട്ട് ഒമേഗയാണ് ആക്ച്വലി ഉള്ളത് കേട്ടോ. ഡെൽറ്റ ബൈ എച്ച് കട്ട് ഒമേഗയാണ്. അപ്പോൾ ഡെൽറ്റയും ക്യാൻസൽ ചെയ്യും, ഒമേഗയും ക്യാൻസൽ ചെയ്യും. ഡിനോമിനേറ്ററിലായിട്ട് എച്ച് കട്ട് വരും. അപ്പോൾ അത് ന്യൂമറേറ്ററിലേക്ക് പോകും. 2π എച്ച് കട്ട് കിട്ടും. സോ ഏരിയ ഓഫ് ഫേസ് സ്പേസ് ഈക്വൽ ടു 1 ഐഗൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2π എച്ച് കട്ടാണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ആണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്തത് എന്തായിരുന്നു? ഒരു സിംഗിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണ്. സിംഗിളാണ്, സിമ്പിൾ ഹാർമോണിക്. സിംഗിളാണ്, സിമ്പിളുമാണ്. സിംഗിൾ 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ
അതിന് വേണ്ട ഫണ്ടമെൻ്റൽ ഏരിയയാണ് നമുക്ക് എന്ത് കിട്ടിയത്, എച്ച് എന്ന് കിട്ടിയത്. ഓക്കെ, 1 ഡയമെൻഷണൽ ഓസിലേറ്റർ ആണ്. പക്ഷേ ഈ ഓസിലേറ്റർ n ഡയമെൻഷൻ അല്ലെങ്കിൽ n ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു സിംഗിൾ ഹാർമോണിക് ഓസിലേറ്ററിന് പകരം n നമ്പർ ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ ഉണ്ട്. പക്ഷേ n ആൾക്കാരും ഒരൊറ്റ ലൈനിലാണ്, ദാറ്റ് ഈസ് 1 ഡയമെൻഷനിലാണ്. പക്ഷേ n ഓസിലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഫണ്ടമെൻ്റൽ ഏരിയ എന്തായിരിക്കും, h⁻n. എത്ര ഓസിലേറ്റേഴ്സ് ആണോ ഉള്ളത് അത്രയും പവർ, അത് പവറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കണ്ടീഷനിൽ നമുക്ക് നോക്കാനുള്ളത്.